പൊട്ടി നിൽക്കണ ആന എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് തന്നെയാണ്. ഏതാണ്ട് ടോട്ടൽ ലോസിന്റെ ഒരു അവസ്ഥയോളം ടോപ്പും കൂടി പോയ ടോട്ടൽ ലോസ് ആയനെ. ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൊയോട്ട ഫോർച്യൂണർ ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് വൈസ്. കാലഘട്ടങ്ങളിൽ SUV സെഗ്മെന്റിൽ ടൊയോട്ട അവതരിപ്പിച്ചിരുന്ന വൺ ഓഫ് ദ റഫസ്റ്റ് SUV ആയിരുന്നു ഫോർച്യൂണർ. സോ അന്നത്തെ ആ ഒരു ഫോർച്യൂണറിനെ ഇന്നത്തെ കാലത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടൊയോട്ട ഫോർച്യൂണർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. മോഡൽ ടൊയോട്ട ഫോർച്യൂണർ. ഇത് ഈ ഒരു വാഹനത്തിന്റെ പുനർജന്മമാണ്. കാരണം ഒരു മേജർ ആക്സിഡന്റിൽ നിന്ന് സർവൈവ് ചെയ്ത് ഏകദേശം ഒരു ടോട്ടൽ ലോസ് ആകേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് പുതിയൊരു മേക്ക് ഓവറിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന പുതിയൊരു വാഹനമാണ് നമ്മുടെ മുൻപിൽ കിടക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ. അപ്പോൾ ഇതിന്റെ മുന്നേ ഉള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതാ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. നേരെ സെൻട്രലായിട്ട് തന്നെ ആ ഒരു ടൊയോട്ടയുടെ ലോഗോയിലേക്ക് പ്രൊജക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ലെക്സസ് ടൈപ്പ് ഫ്രണ്ട് ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പ്സിലേക്ക് നേരെ നോക്കുവാണെങ്കിലും ഇതിൽ വരുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ DR കാണാം. അത് സൈമിൾട്ടേനിയസ്ലി നമുക്കത് റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് സൂപ്പർമാൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് HID കിറ്റാണ്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ബമ്പേഴ്സിൻ്റെ ഭാഗത്ത് നേരെ നോക്കുവാണെങ്കിലും നേരത്തെ നമ്മൾ ഈ ഒരു വാഹനം റിവ്യൂ ചെയ്തപ്പോൾ ഇതിലുണ്ടായിരുന്ന ഒരു TRD കിറ്റായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ വരുന്നത് ആ ഒരു സ്റ്റോക്ക് ഫ്രണ്ട് ബമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോഗ് ലാംപ്സിൻ്റെ ഏരിയയിലേക്ക് നേരെ നോക്കുവാണെങ്കിലും LED പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് ആണ് നിലവിൽ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ നേരെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു മാസീവ് സൈസിലുള്ള ഈ ഒരു ഹുഡ് സ്കൂപ്പാണ്. ഈ ഒരു വാഹനത്തിൽ വരുന്ന ഒരു 3 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ ഒരു മേജർ അപ്ഡേഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ വേ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ടൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എഞ്ചിൻ വൈസ് ആ ഒരു സ്റ്റോക്ക് 3 ലിറ്റർ ടെർബോചാർജ് ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസിൽ കുറച്ചധികം അപ്ഡേഷൻസ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ എയർ ഫിൽറ്റേഴ്സ് വരുന്നത് BMCയുടെ എയർ ഫിൽറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ABDയുടെ ബ്രേക്ക് ബൂസ്റ്റർ ആഡ് ഓൺ ചെയ്തേക്കുന്ന കാണാം. കാരണം ബ്രേക്ക് എഫിഷ്യൻസി കുറച്ചുകൂടി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ നമുക്കിവിടെ ഡീസൽ ട്രോണിക്കിന്റെ ഒരു ട്യൂണിംഗ് ബോക്സ് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ട്യൂണിംഗ് ബോക്സ് ഒക്കെ മാറ്റിയിട്ട് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്ന Code6ന്റെ സ്റ്റേജ് 1+ പെർഫോമൻസ് അപ്ഗ്രേഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ വരുന്ന സ്റ്റോക്ക് BHP 169 BHP ആണ്. അതിൽ നിന്ന് നിലവിൽ ഈ ഒരു വാഹനത്തിൽ ഒരു 30+ BHP അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഏകദേശം 200-205 BHPയോളം നമുക്ക് നിലവിൽ ഈ ഒരു വാഹനത്തിന് കരുത്ത് വരുന്നുണ്ട്. പക്ഷേ ഡൈനോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ടോർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം ഒരു 80 Nm ഓഫ് ടോർക്കും ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു സ്റ്റെബലിന്റെ ഗോഡ്ഫാദർ ഹോൺ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കൊള്ളാം, നല്ലൊരു രസമുള്ള ഒരു ഹോണാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹുഡ് സ്കൂപ്പും ഇതൊക്കെ ആക്ച്വലി ഫംഗ്ഷനബിൾ ആയിട്ടുള്ള ഒരു ഹുഡ് സ്കൂപ്പാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഒരു ഹുഡ് സ്കൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിൽ ഈ ഒരു Type 2 വേരിയന്റിന് മാത്രമാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വാഷർ വരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഒരു വാഹനത്തിന്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ വണ്ടി നല്ല ഒരു ഭീകരമായ സൈസാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കണ്ട ഒരു സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ നിലവിൽ വന്നിരിക്കുന്ന മൈക്ക ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പെയിന്റ് ജോബാണ്. വിച്ച് മീൻസ് ആ ഒരു ബ്ലാക്കും ഗ്രെയും ഡ്യുവൽ ടോൺ ഷെയ്ഡിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെയിന്റ് ജോബാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു പെയിന്റിന് ഒരു അല്പം പ്രൊട്ടക്ഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് ഗ്രഫൈൻ കോട്ടഡ് ആണ്. ആ ഒരു സ്പ്രിൽ മാർക്കും അതുപോലെ വാട്ടർ മാർക്കിൽ നിന്നൊക്കെ വാഹനത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നല്ലൊരു ഷൈനിങ് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല പല പോർഷനിലും ആ ഒരു കാർബൺ ഫൈബർ
ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഒരു സസ്പെൻഷൻ്റെ സൈഡിലാണ്. ഡോക്ടർ നാനോയുടെ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റോട് കൂടി തന്നെ വരുന്ന ഒരു സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ഡോക്ടർ നാനോയുടെ അപ്പർ കൺട്രോൾ ആമും ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചധികം സ്റ്റെബിലിറ്റി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്ടർ നാനോയുടെ അപ്പർ കൺട്രോൾ ആം നമ്മുടെ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടുന്ന് പിന്നെ നേരെ ഒരു റിയർ സൈഡിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ടോപ്പിൽ നമുക്ക് ഈ ഒരു ഹമ്മർ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഏതൊരു വാഹനത്തിന് നല്ലൊരു ഭംഗി കൂട്ടുന്ന ഒരു എലമെന്റും കൂടിയാണ്. ദെൻ അവിടുന്ന് പിന്നെ നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു TRD കിറ്റിന്റെ റിയർ സ്പോയിലർ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു സൈഡിലും ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് സൈഡ് ഓഫ് ജപ്പാൻ എന്നും പറഞ്ഞ്. ആൻഡ് ഇവിടുന്ന് പിന്നെ നേരെ നമ്മളൊരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ ഇവിടെയും കുറച്ച് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ നമ്മളൊരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന TRD കിറ്റോട് കൂടിയ റിയർ ബമ്പേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു റിയർ ബമ്പറൊക്കെ എടുത്ത് മാറ്റി ആ ഒരു സ്റ്റോക്ക് റിയർ ബമ്പറാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലൊരു ക്വാഡ് എക്സോസ്റ്റ് ടിപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫേക്ക് എക്സോസ്റ്റും ഈ ഒരു സൈഡിൽ മാത്രമാണ് ഒരു ഫംഗ്ഷണബിൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ടിപ്പും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിയർ ബമ്പറിൽ നമുക്കത് ഇവിടെ ഒരു LED ബമ്പർ ലൈറ്റ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെയിൽ ലാംപ്സിന്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിലും ആ ഒരു ലക്സസ് ടൈപ്പിലുള്ള ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതിന്റെ ഒരു L ഷേപ്പ് ഒക്കെ നമുക്ക് ശരിക്കും എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഫോർച്യൂണർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ്ങും ഒക്കെ നമുക്ക് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമ്മൾ നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ വണ്ടി ഭയങ്കര ഹ്യൂജാണ് കാണുവാനായിട്ട്. എൻ്റെ മോനെ, പ്രത്യേകിച്ച് ഈ ലിഫ്റ്റ് കിറ്റും ഈ ഒരു വീൽസും പ്രത്യേകിച്ച് ഈ ഒരു ഡാർക്ക് കളറും മൊത്തത്തിൽ ഭയങ്കര ഒരു അമാനുഷികമായ ലുക്കാണ് ഈ ഒരു വണ്ടി കാണുവാനായിട്ട്. ദെൻ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ദാ കണ്ടോ, കംപ്ലീറ്റ്ലി ആ ഒരു പുറമേ കണ്ട പോലെ തന്നെ ഇതിൻ്റെ അകത്തും നമുക്ക് ഫുള്ളി ആ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ ഈ ഒരു സീറ്റ്സ് തന്നെ കാണുമ്പോൾ തന്നെ കസ്റ്റമൈസ് സീറ്റ്സ് എന്ന് മനസ്സിലായി കാണുമായിരിക്കും. വാങ്കിഷ് ലെതറിൻ്റെ കസ്റ്റം ബക്കറ്റ് സീറ്റ്സ് ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാങ്കിഷ് ലെതറിൻ്റെ തന്നെ കവറിങ് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഇവിടെയും അതുപോലെ ഈ ഒരു ഹാൻഡ് റെസ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ വരുന്നത് ആക്ച്വലി സ്റ്റോക്ക് ഫോർച്യൂണറിൽ ഒരു ബീജ് ഷെയ്ഡിലാണ് വരുന്നത്. ആ ഒരു ബീജ് ഷെയ്ഡിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഡ്രൈവർ സൈഡിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് ഞാൻ എന്തായാലും അവിടെ ചെന്നിരുന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് എടുത്തെടുത്ത് പറയാത്തത്. ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത പുതിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് എടുത്ത് പറയുന്നുള്ളൂ. സോ എന്തായാലും ഈ ഒരു ഭാഗത്ത് നേരെ നോക്കുമ്പോൾ നമുക്ക് എടുത്ത് പറയാൻ തന്നെ സാധിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെയാണ്. ടൊയോട്ട ക്രിസ്റ്റയിൽ വരുന്ന ആ ഒരു ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ടൊയോട്ട ബാഡ്ജിങ്ങോട് കൂടി തന്നെ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇരുവശങ്ങളായിട്ട് കുറേ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സോണിയുടെ ഒരു 7 ഇഞ്ച് മൾട്ടി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. സോ അതിലേക്ക് നമ്മൾ ഈ ഒരു കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും കൺട്രോൾസ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് TFT ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു കൺട്രോൾസ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും നമ്മളിത് ഫംഗ്ഷനബിൾ ആക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഫ്യൂവൽ റേഞ്ച് ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാക്കണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് ചുറ്റും നമ്മളൊരു ചെറിയ ലെതർ റാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം പിടിച്ച് ഓടിക്കാനൊക്കെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഇനി ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന് എക്സോസ്റ്റ് നോട്ട് വരുന്നത്. അപ്പോൾ വേറെ കസ്റ്റം എക്സോസ്റ്റോ അല്ലെങ്കിൽ വേറെ ഡൗൺ പൈപ്പോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു എയർ ഫ്ലക്ച്വേഷൻ സൗണ്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്ന ഒരു സ്റ്റോക്ക് സിംഗിൾ എക്സോസ്റ്റ് ടിപ്പിന് നമ്മൾ അവിടെ ഒരു കസ്റ്റം ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പ് കൊടുത്തേക്കുവാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു കസ്റ്റം എക്സോസ്റ്റ് നോട്ട് കിട്ടുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബാക്കി വിശേഷങ്ങൾ എൻ്റെ ഫ്രണ്ട് ശ്രീഹരിയുടെ തന്നെ ചോദിച്ചു നോക്കാം. ശ്രീഹരി ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഹായ് സുബ്രു. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു വാഹനത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ആദ്യത്തെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തവണ എനിക്ക് ചോദിക്കാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വാഹനം ആക്സിഡന്റ് ആവുന്നതിന് മുന്നേ വേറൊരു രീതിയിലും ആക്സിഡന്റിന് ശേഷം വേറൊരു രീതിയിലുമാണ്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശം എന്തായിരുന്നു? അത് എനിക്കൊരു 4 മാസം മുന്നാണ് ആക്സിഡന്റ് ആവുന്നത്.
അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം മേജറായിട്ടുള്ള ആക്സിഡന്റ് ആയിരുന്നു. ഏതാണ്ട് ടോട്ടൽ ലോസിന്റെ ഒരു അവസ്ഥയോളം ടോപ്പും കൂടി പോയി ടോട്ടൽ ലോസ് ആയതിനെ. അപ്പോൾ ഞാൻ ഏകദേശം 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഇത്രയും പ്രശ്നമായിരുന്നു. കാരണം വണ്ടി ഇടിച്ചാൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായതല്ലേ, വണ്ടി നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എനിക്കെന്തോ വണ്ടിയുടെ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ്, എന്താ അറിയാൻ പാടില്ല. ഞാൻ വീട്ടിൽ കുറെ പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് വണ്ടി ആദ്യം തൊട്ട് നമ്മൾ ഫുള്ള് പണിതെടുത്തത്. ഏതാണ്ട് 3 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അടിപൊളി ഒരു ഡ്രീം കാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് നേരെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ബാക്കി ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് നമ്മുടെ ഹൈവേയിൽ ജസ്റ്റ് വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വണ്ടി ഓടിച്ചു നോക്കി ഇനി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. സോ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഒരു കംപ്ലീറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം നമ്മൾ ഫോർച്യൂണറിൽ കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ അല്ല നമുക്ക് നിലവിൽ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സീറ്റാണ്, ഈ ഒരു വാങ്കിഷ് ലെതറിന്റെ സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഈ ഒരു സീറ്റിന്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കാനൊക്കെ നല്ല സുഖമുള്ള ഒരു സീറ്റാണ്. പക്ഷേ ഇതിന്റെ ഈ ഒരു സൈഡ് കംഫർട്ട് കണ്ടോ, ഇത് എനിക്കൊരു അല്പം വലുതാണ്. കാരണം ശ്രീഹരിനേക്കാളും എനിക്ക് വണ്ണം കുറവാണല്ലോ. അപ്പൊ നോർമലി നമ്മൾ ഈ ഒരു സീറ്റ് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം സ്ഥിരം ഓടിക്കുന്ന ആളുകളുടെ സൈസും ലെങ്ത് ഒക്കെ എടുത്തിട്ട് അവരുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചാണ് ഈ ഒരു സീറ്റ് നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല കംഫോർട്ടും പിന്നെ ഫോർച്യൂണറിന്റേതായ ആ ഒരു റൈഡിങ് കംഫോർട്ട്, നമ്മൾ നല്ല ഒരു കമാൻഡിങ് റൈഡിങ് പൊസിഷനിൽ ഇരുന്നാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. കമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഉയരത്തിലിരുന്ന് ഓടിക്കുന്നു. അത് പോരാത്തതിന് ഈ ഒരു വാഹനത്തിൽ ഒരു 2 ഇഞ്ച് ലിഫ്റ്റും കൂടി കൊടുത്തേക്കുവാണ്. അപ്പൊ സാമാന്യം നമ്മൾ നല്ലൊരു ഹൈറ്റിലിരുന്നാണ് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. ആളുകളുടെ ആ ഒരു അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സകലമായ ആൾക്കാർ നമ്മുടെ വാഹനത്തിൽ നിന്ന് നോക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് കളറും കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ടേണിങ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വാഹനം ഒന്ന് വളച്ച് നോക്കാം. അത്യാവശ്യം നല്ല ഈസി ആയിട്ട് വളച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ആ ഒരു വോബ്ലിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു വാഹനത്തിൽ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഒരു അപ്പർ കൺട്രോൾ ആം കൊടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു വാഹനത്തിന് സ്റ്റെബിലിറ്റി കുറച്ച് അധികം തോന്നിക്കുന്നത്. മറ്റേ നോർമലി നമ്മളൊരു ഫോർച്യൂണറൊക്കെ വീശി വളയ്ക്കുന്ന ടൈമിൽ വണ്ടിക്ക് ഒരു ചെറിയൊരു ഒലച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അത്ര വലിയ ഒലച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇനി നമുക്ക് എന്തെങ്കിലും അറിയാനായിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡിനെ പറ്റിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ റോഡ് കിട്ടുന്ന സമയത്ത് ഈ ഒരു വാഹനം ഒന്ന് കാല് കൊടുത്ത് ഓടിച്ച് നോക്കാം. അപ്പോഴറിയാം നമുക്ക് ഇതിന്റെ ആ ഒരു BHP എങ്ങനെയുണ്ട്, ആ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ചെറിയൊരു ഓപ്പൺ റോഡ് നമ്മുടെ ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം. നിലവിൽ ഈ ഒരു വാഹനത്തിൽ പെർഫോമൻസ് അപ്ഗ്രേഡ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. വേറെ സ്പോർട്സ് മോഡോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നതല്ല. പക്ഷെ നമുക്കൊന്ന് വണ്ടി ലോഞ്ച് ചെയ്തൊന്ന് എടുത്തു നോക്കാം. മോനെ വണ്ടി സിമ്പിൾ ആയിട്ട് ഇപ്പൊ 100ലേക്ക് എത്തി. വണ്ടി ജസ്റ്റ് 120 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വണ്ടി ജെറ്റിട്ട് അങ്ങ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് 130. പക്ഷെ എന്തായാലും നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തേക്കാം. ആ ഒരു ബ്രേക്ക് ബൂസ്റ്ററും കൂടി വണ്ടിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്താ ഒന്നും പറയാനായിട്ടില്ല. വണ്ടി നിന്ന് കഴിഞ്ഞിട്ടാണ് ആ ഒരു മീറ്റർ വന്ന് നിൽക്കുന്നത് വണ്ടിയിൽ. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ ചെറിയൊരു വൈബ്രേഷൻ കിട്ടിയിരുന്നു. അത് ഇതിന്റെ ആക്ച്വലി ബ്രേക്ക് പാഡ് തീരാറായതുകൊണ്ടാണ് ഒരു വൈബ്രേഷൻ കിട്ടിയത് എന്തായാലും. പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇപ്പൊ കാല് കിടന്നപ്പോ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മളെ വലിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ് ഈ ഒരു വാഹനം. ഏകദേശം ഒരു മതം പൊട്ടി നിൽക്കണ ആന എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് തന്നെയാണ്. കാരണം എന്താ ഇപ്പൊ ചുമ്മാ പോകുന്ന ടൈമിൽ എനിക്കൊന്ന് കാലോടെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ കൊടുക്കില്ല, ഞാൻ പോടും. അപ്പൊ തന്നെ നമുക്കൊരു സഡൻ ആക്ഷൻ കിട്ടി നമ്മുടെ ഒരു വാഹനത്തിൽ. എന്റെ മോനെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്ന ചെറിയ സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര വലിയൊരു വാഹനമാണ് നമ്മൾ കൊണ്ടേ നടക്കുന്ന ഒരു തോന്നലില്ലാണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് ഈ ഒരു വാഹനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പെർഫോമൻസ് വേറൊരു മൂടാണ് കേട്ടോ. കാല് കൊടുക്കുന്ന അനുസരിച്ച് ഈ വണ്ടി തള്ളി പിടിച്ച് കയറിക്കൊണ്ട് പോക്കോളും. കറന്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൊയോട്ട ഫോർച്യൂണർ ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് വൈസ്. മോഹനെ
മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് ഫീൽ ആണ് ഈ ഒരു വണ്ടി ഇപ്പൊ നിലവിൽ ഓടിക്കാനായിട്ട്. കാരണം നമ്മൾ അന്ന് ഓടിച്ച സമയത്ത് ഇതിനകത്ത് വന്നിരിക്കുന്ന ജസ്റ്റ് ഒരു പെർഫോമൻസ് ട്യൂണിംഗ് ബോക്സ് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു വണ്ടി കോഡ്6 റീമാപ്ഡ് ചെയ്ത് ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ വൺ ഓഫ് ദ പവർഫുൾ ടൊയോട്ട ഫോർച്യൂണർ എന്ന് നമുക്ക് സംശയമില്ലാണ്ട് പറയാനായിട്ട് സാധിക്കും. കാരണം വണ്ടി കാല് കൊടുത്ത് ഇടുക്കോ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വലിച്ചു പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഈ ഒരു വണ്ടി അന്നത്തെ ആ ഒരു ആക്സിഡന്റിന് ശേഷം പണിതിറക്കിയപ്പോൾ ഏകദേശം ഒരു 8 to 9 ലക്ഷം രൂപയോളം തന്നെ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു വാഹനം പണിതിറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അയ്യോ തിരിച്ചു